പൊടിയിൽ പിറന്ന് മണ്ണിൽ ജീവിച്ച് പുഴുക്കളെ പോലെ ചതഞ്ഞുപോയ ജന്മങ്ങൾ കഥ പറയുകയാണ്. ഭൂമിയിലെ ജീവകാലം നിഴൽ മാത്രമായിരുന്നു. പന്നിയുടെ മൂക്കിൽ സ്വർണ്ണമൂക്ക് തീട്ടതുപോലുള്ളൊരു നാട്ടിൽ നിന്നും ലിംബോയിലെത്തിയവർ ഓർത്തു. ലിംബോ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള താൽക്കാലിക വാസസ്ഥലമാണ്. നമ്മൾ ഒരാളെ സങ്കല്പിച്ചാൽ അവരും അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നമുക്ക് മുന്നിലെത്തും. അങ്ങനെ കുഞ്ഞിക്ക് അവൻ്റെ മുന്നിൽ എത്തുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അവർ അഭിപ്രായങ്ങളും ആശയങ്ങളും കൈമാറി. അല്ലാത്തവരെയും ലിംബോയിൽ കാണാം, അറിയാം. അങ്ങനെയിരിക്കെ ഒരു 13കാരി കയ്യിൽ ചെറിയൊരു കൂടവുമായി വിഷാദിച്ചു നിൽക്കുന്നതായി കണ്ടു. 7 കൊല്ലം അവളൊരു കുഴിയിലായിരുന്നു. അവൾ ആ കൂടത്തെ ഓർത്തു. അതവളെ വേദനിപ്പിച്ചു. മണ്ണും കല്ലും എല്ലാം അവളിലൊരു ദയയും കൂടാതെ വന്നു വീണു. അങ്ങനെ വന്നു വീണതും പിന്നീട് അവൾ എല്ലിൻ കഷ്ണമായി ഭൂമിയിൽ തിരികെ എത്തിയതും യൂദാസ് ഒറ്റുകൊടുത്തതിനെ തുടർന്ന് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. മനുഷ്യപുത്രനായി അവതരിക്കാനുള്ള നിയോഗം വിജയകരമായി പൂർത്തിയാക്കിയതിന്. ഭക്തി കൂടിയാൽ ദൈവങ്ങളുണ്ടാകും, വിശപ്പ് കൂടിയാലോ മോഷണവും. മനസ്സിൽ മരുഭൂമി ഉണ്ടാക്കിയിട്ട് വഴിയിൽ പൂക്കൾ തേടുന്നവരാണ് ഭൂമിയിലുള്ളവർ. അവർ അവളെയും കണ്ടെത്തി. അവളുടെ എല്ലിൻ കഷ്ണങ്ങൾ കോരിയെടുത്ത് ഒരു ചാക്കിലാക്കി. അവൾ അതിൽ അനങ്ങാതെ കിടന്നു. അവൾക്ക് പേരും നൽകി. 36/3337. കാപ്പിപ്പൂവിന്റെ മണമുള്ള കാലൻ വലിഞ്ഞുകയറി വന്നതറിയാതെ കാലും നീട്ടിയിരുന്നവളെ കാലം ലിംബോയിലെത്തിച്ചു. ആ കാലനെ ലോകമറിഞ്ഞു. കോടതി ശിക്ഷ വിധിച്ചു. മുംതാസിന്റെ ഉമ്മയ്ക്ക് ഒന്നേ കോടതിയോട് പറയാനുണ്ടായിരുന്നുള്ളൂ, തന്റെ മോളെ തിരികെ വേണമെന്ന്. കോടതി അനുകൂലമായി വിധിച്ചു. അവിടെ വെച്ചു തന്നെ ഉമ്മ ചാക്കുകെട്ട് തുറന്ന് എല്ലിൻ കഷ്ണങ്ങൾ എണ്ണി നോക്കി. പകുതി തലയോട്ടിയും 2 കാലും അരക്കൈയും ഉണ്ടായിരുന്നു. ആരും കാണാതെ ഉമ്മ ആ ചാക്കുകെട്ടിൽ ഉമ്മകൾ കൊടുത്തു. ഉമ്മ ആ ചാക്കുകെട്ടുകളെ നെഞ്ചോട് ചേർത്തു. 13-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ് മുംതാസ്. അവളുടെ പൊട്ടിച്ചിരികൾക്ക് ശബ്ദമുണ്ടായി. ആ ഉമ്മയുടെ ഹൃദയത്തിന്റെ ചൂടിൽ അവൾ വീട്ടിലേക്കെത്തി. അവൾക്കായി ആ വീടിന്റെ വാതിലുകൾ തുറന്നു. കുഞ്ഞാട്ടിൻകുട്ടികൾ ഇന്ന് അവളിൽ നിന്ന് ഒരുപാട് വലുതായിരിക്കുന്നു. അവയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു. ആ മുറ്റവും കളിസ്ഥലവും എല്ലാം അവൾക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. അങ്ങനെ അവൾ ഉമ്മയുടെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു.